അടുത്തൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവരും എന്ന ടോപ്പിക്കാണ് നമ്മളിതാ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഡേ 39. ഓക്കെ, അപ്പോൾ സിലബസിൽ കൊടുത്തിട്ടുണ്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എന്ന ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നോക്കേണ്ടത് 5 തെങ്ങ് കലാപമാണ്. നമ്മൾ പഠിക്കുന്ന ഈ ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്ന് വ്യക്തമായിട്ട് ഓർത്ത് വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ വേണ്ടി. ഓക്കെ, 5 തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപം നടന്ന വർഷം 1697. 5 തെങ്ങ് കലാപത്തിൻ്റെ മുഖ്യ കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് 5 തെങ്ങ്. തിരുവനന്തപുരത്ത് 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാടിലെ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്ന് പഠിച്ചു വച്ചിരിക്കുക. 5 തെങ്ങ് കോട്ട പണി പൂർത്തിയാക്കിയ വർഷം 1695. അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ, അതായത് കോട്ട നിർമ്മിക്കാൻ അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരാണ് ജോൺ ബ്രാബോൺ. പണ്ടകശാല തുറന്ന വർഷം 1684. കോട്ടയ്ക്ക് അനുമതി ലഭിച്ച വർഷം 1690. 5 തെങ്ങ് കോട്ട 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ആണെന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓർത്തു വെച്ച് പഠിച്ചത് സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഓക്കെ, 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി. ഗിഫോർഡ് മാത്രമല്ല 150ഓളം എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി. ഓക്കെ, അടുത്ത് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് നൽകിയിരുന്ന പാരിതോഷികം ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ടെത്തിക്കാൻ ശ്രമിച്ചതായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന് കാരണം. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം കലാപം അടിച്ചമർത്തി. എവിടെ നിന്നുള്ള സൈന്യമാണ്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം. കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമുമാണ്. ചരിത്ര പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ശ്രദ്ധിച്ചോളാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക ഉടമ്പടി. ഓക്കെ, അടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചിലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് പഴശ്ശി യുദ്ധങ്ങൾ. പഴശ്ശി യുദ്ധങ്ങളിലെ പഴശ്ശി രാജയുടെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശി എന്നാണ്. പഴശ്ശി രാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 1780 കാലഘട്ടമാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി യുദ്ധം. പൈച്ചി രാജയെന്ന് കെട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷുകാർ രേഖകൾ വിശേഷിപ്പിക്കുന്ന രാജാവാണ് പഴശ്ശി രാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് വയനാടിന്മേൽ അവകാശം ഉന്നയിച്ചതുമായിരുന്നു കാരണം. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ തിരിയാനുള്ള കാരണമാണ്. അടുത്ത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793-97 കാലഘട്ടമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. പഴശ്ശിരാജ ടിപ്പുവിനെതിരെ യുദ്ധങ്ങളിൽ ഇംഗ്ലീഷുകാരെ സഹായിച്ചിരുന്നു. അപ്പോൾ പഴശ്ശിരാജ ടിപ്പുവിനെതിരെയുള്ള യുദ്ധങ്ങളിൽ ഇംഗ്ലീഷുകാരെ സഹായിച്ചിരുന്നു, ഓർത്തു വെച്ചോളാം. എന്നാൽ ടിപ്പു പിൻവാങ്ങിയപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ പഴശ്ശിയെ അവഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ
കുറുമ്പനാട്ട് രാജാവിന് 1793 കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു എന്താണ് പഴശ്ശി യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇത്തരം നടപടികൾ പഴശ്ശി രാജാവ് എതിർക്കുകയുണ്ടായി. കോട്ടയത്തെ എല്ലാ നികുതി സംഭരണങ്ങളും അദ്ദേഹം നിർത്തി. ഇക്കാലത്ത് ബ്രിട്ടീഷ് കമ്മീഷണർമാർ പഴശ്ശിരാജനെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് കുറുമ്പനാട്ട് രാജാവിന് വീണ്ടും അമ്മാവൻ പാട്ടം 5 വർഷത്തേക്ക് പുതുക്കി കൊടുത്തു. തൽഫലമായി പ്രക്ഷോഭങ്ങൾ ശക്തമാകുകയും 1795 ജൂൺ 28 പഴശ്ശിരാജ എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം അതിൻ്റെ കാരണങ്ങൾ മനസ്സിലായല്ലോ. അമ്മാവനും തമ്മിലുള്ള വിഷയമായിരുന്നു പഴശ്ശി കലാപങ്ങൾക്ക്, രണ്ടാമത്തെ പഴശ്ശി കലാപത്തിന് കാരണം എന്ന് പറയുന്നത്. പഴശ്ശി കലാപത്തെ നേരിടാൻ മലബാറിലെ തെക്കൻ കാനറയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളെ സർവ്വസൈന്യാധിപനായി 1800 നിയമിതനായതാണ് സർ ആർത്തർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പഴശ്ശി സൈന്യം നയിച്ചവർ ആരൊക്കെയെന്ന് വെച്ചാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പു നായർ, എടച്ചന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവാണ് തലയ്ക്കൽ ചന്തു. 1801 മൈസൂരിൽ നിന്ന് പഴശ്ശിയെ നേരിടാൻ വയനാട്ടിലെത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീവൻസ് ആണ്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തൂക്കിലേറ്റിയ വർഷം 1801 നവംബറിലാണ്. ലഫ്റ്റനന്റ് എഡ്വേർഡിൻ്റെ നേതൃത്വത്തിൽ എഡ്വേർഡ് സിയുടെ നേതൃത്വത്തിലായിരുന്നു ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. 1802 ജനുവരിയിൽ മലബാർ ജില്ലയെ നിരാധീകരിച്ച കളക്ടറാണ് മേജർ മക്ഡോൾഡ്. എടച്ചനക്കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവരെ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802 ഒക്ടോബർ. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഗൊറില്ല യുദ്ധം നടത്തിയത് വയനാട്ടിലെ കുന്നുകളിൽ വെച്ചാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർത്തർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കർ. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30 പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം മാവിലാന്തോട്, മാനന്തവാടി, വയനാട്. പലതവണ ചോദിച്ചതാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ മണിക്കറാണ്. 2 ചൈനയിൽ നിന്ന് കൃതി എഴുതിയ സർദാർ കെ മണിക്കറാണ്. ചൈനയുടെ ആദ്യ ഇന്ത്യൻ അംബാസഡർ എന്ന് വെച്ചാലും സർദാർ കെ മണിക്കറാണ്. അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പ്രത്യേകമുള്ള വ്യക്തിയാണ് സർദാർ കെ മണിക്കർ. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന പനമരമാണ് വയനാട് ജില്ല. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ മണിക്കറാണ്. ആ പുസ്തകത്തിലാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശി ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരം ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രുവിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പറഞ്ഞത് TH ബേബറാണ്. പഴശ്ശിയെക്കുറിച്ച് പറഞ്ഞതാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി, വയനാട് ജില്ലയാണ്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ജില്ല, കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണംപുഴ, കണ്ണൂർ. പഴശ്ശി ഗുഹ, മലപ്പുറം. പഴശ്ശി കോളേജ് 2 സ്ഥലത്തുണ്ട്. ഒന്ന് പുൽപ്പള്ളി, വയനാടും മട്ടന്നൂർ, കണ്ണൂരാണ്. അടുത്ത് നായർ പട്ടാള ലഹള 1804 എന്താണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർ സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിൻ്റെ ആനുകൂല്യം കുറച്ചതിനെ തുടർന്നുണ്ടായതാണ് നായർ പട്ടാള ലഹള എന്നുള്ളത്. നടന്ന വർഷം 1804. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കുണ്ട്ര വിളംബരം. 1809 കുണ്ട്ര വിളംബരം നടക്കുന്നത്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ട്രയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ട്ര വിളംബരം. നടന്ന വർഷം 1809 ജനുവരി 11, മലയാളം മാസം 1984 മകരം 1. മറന്നു വരുന്നത്. അടുത്ത് കുണ്ട്ര വിളംബരം നടത്തിയ സ്ഥലം കുണ്ട്രയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ്. തുടർന്ന് കൊല്ലത്ത് വെച്ചൊരു സമരം നടക്കുകയും ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ദളവയുടെ വസതി തകർക്കുകയും പ്രക്ഷോഭക്കാർക്ക് വമ്പിച്ച ആൾനാശമുണ്ടാവുകയും ചെയ്തു. വേലുത്തമ്പി ദളവയെ നേരിടാനായി തിരുവിതാംകൂറിൽ നടത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കേണൽ ലീഗറാണ്. കേണൽ ലീഗർ ഓർത്തു വയ്ക്കുക. അടുത്ത കുറിച്യർ ലഹള. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കുറിച്യർ ലഹള. 1812 നടന്നത്. കുറിച്യർ ലഹള നടന്നത് 1812 വയനാട്. കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷ് നികുതി ഏർപ്പെടുത്തിയതാണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യർ ലഹളയുടെ നേതാവ് രാമനമ്പി. കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവരാണ് വെൺകലോൾ കേളുവും 1000 വീട്ടിൽ കുന്തപ്പനും. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് 1812 മെയ് 1. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
ബ്രിട്ടീഷ് കുറിച്യലകൾ അടിച്ചമർത്തിയത് 1812 മെയ് 8-നാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരം എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയും. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മലബാർ ജില്ലാ കോൺഗ്രസ് 1916 മുതൽ 20 വരെ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആനി ബെസന്റാണ്. ANC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ആനി ബെസന്റ്. 1917 ANC-യുടെ പ്രസിഡന്റായിട്ട് ആനി ബെസന്റ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഓർത്തു വയ്ക്കുക. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ്. അക്കാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ മലബാറിൽ നേതൃത്വം നൽകിയത് KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ. 1917 രണ്ടാം മലബാർ കോൺഗ്രസിൻ്റെ നടന്നത് കോഴിക്കോടാണ്. രണ്ടാം മലബാർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമി അയ്യർ. 1918 മൂന്നാം മലബാർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് അസീം അലി ഖാനാണ്. മൂന്നാം മലബാർ സമ്മേളനം നടന്ന സ്ഥലം തലശ്ശേരിയാണ്. 1919 നാലാം കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. നാലാം മലബാർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് KP രാമൻ മേനോൻ. 1920 മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ്. അധ്യക്ഷം വഹിച്ചത് കസ്തൂരിരംഗ അയ്യങ്കാർ. 1920 മഞ്ചേരി നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920-ലാണ്. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവാണ് ഷൗക്കത്ത് അലി. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശമാണ് മലബാർ. KPCCയുടെ ആദ്യ സെക്രട്ടറി K മാധവൻ നായർ. കേരള പ്രൊവിഷ്യൻസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 ഒറ്റപ്പാലത്ത് വെച്ച്. അധ്യക്ഷൻ T പ്രകാശ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം 1928. 19-ാം നൂറ്റാണ്ടിൽ കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചിരുന്ന പേരാണ് മാപ്പിള കലാപങ്ങൾ. അപ്പോൾ മാപ്പിള കലാപങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാപ്പിള കലാപങ്ങൾ ഏതൊക്കെ നോക്കാം. 1849 അങ്ങാടിപ്പുറം മഞ്ചേരി കലാപം. 1851 വള്ളുവനാട് രാജാവിൻ്റെ കാര്യസ്ഥനായ കോമുമേനോനെതിരെ നടന്ന കലാപമാണ് 1851. 1852 കളത്തിൽ കേശവൻ തങ്ങൾക്കെതിരെ നടന്ന മട്ടന്നൂർ കലാപം. 1879 കുളത്തൂർ കലാപം. 1919 മങ്കട കലാപം. മാപ്പിള കലാപങ്ങളും ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനോലി 1855. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. അതിനെ അടുത്ത് നോക്കേണ്ടത് മലബാർ കലാപമാണ്. 1921 മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങളുടെ തുടർച്ചയാണ് 1921 നടന്ന മലബാർ കലാപം. കലാപമായിട്ട് മാറിയതായിരുന്നു 1921 മലബാർ കലാപം. ആരംഭിച്ചത് 1921 ഓഗസ്റ്റ് 20. പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി, മലപ്പുറം ജില്ല. മാപ്പിള ലഹള നടന്ന സ്ഥലം കേരളത്തിലെ മലബാർ പ്രദേശമാണ്. പ്രധാനമായിട്ട് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളാണ്. മറ്റു പേരുകൾ മാപ്പിള കലാപം, മാപ്പിള ലഹള, മോപ്പ ലഹള എന്നാണ്. പ്രധാന നേതാക്കൾ വാരിക്കുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ. കലാപത്തിൻ്റെ കാരണങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം, ഉയർന്ന ജാതിക്കാരുടെ ജന്മിമാരുടെ ചൂഷണം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ പാട്ട നിയമങ്ങൾ. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടാകാനുള്ള കാരണം പൂക്കോട്ടൂർ കലാപമാണ്. അപ്പോൾ എന്താണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം എന്ന് വെച്ചാൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ലയിൽ. മലബാർ കലാപത്തിൻ്റെ നേതാക്കളാണ് വാരിക്കുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, സീതി കോയത്തങ്ങൾ, അലി മുസ്ലിയാർ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാറാണ്. മലബാർ കലാപം നടക്കുമ്പോൾ മലബാർ കളക്ടറായിരുന്നത് EF തോമസ്.
മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീൻ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ രചിച്ചത് ഉറൂബാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് എം ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. ബ്രിട്ടീഷ് സർക്കാർ ഈ കലാപം അടിച്ചമർത്താൻ രൂപീകരിച്ചതാണ് മലബാർ സ്പെഷ്യൽ ഫോഴ്സ് അഥവാ MSF. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരുടെ നാടുകടത്തിയ സ്ഥലങ്ങൾ ആൻഡമാൻ നിക്കോബാറും അതുപോലെ തന്നെ ബോട്ടണി ബേ ആണ്. ബോട്ടണി ബേ ഓസ്ട്രേലിയ. ലഹളയുടെ ആദ്യഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്ത ഇന്ത്യൻ ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. കലാപം അക്രമാസക്തമായപ്പോൾ ഗാന്ധിജി പിന്തുണ പിൻവലിക്കുകയാണ് ഉണ്ടായത്. മാപ്പിള ലഹളയെ തുടർന്ന് മറ്റൊരു സുപ്രധാന ഏറ്റുമുട്ടലാണ് മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ. വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയത് ഏത് വർഷം എന്ന് വെച്ചാൽ 1922. ഇനി അടുത്ത് വാഗൺ ട്രാജഡി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടാണ്. 1921 വാഗൺ ട്രാജഡി നടക്കുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജില്ലയിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. SCERT ടെക്സ്റ്റ് ബുക്കിൽ 72 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണ് MSMLV 1711. ഓർത്തു വയ്ക്കുക. അടുത്ത് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് TH ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ. വാഗൺ ട്രാജഡി ഗവൺമെൻറ് നൽകിയ നഷ്ടപരിഹാര തുക എത്രയെന്ന് വെച്ചാൽ 300 രൂപയാണ്. വാഗൺ ട്രാജഡിയെ തുടർന്ന് ഗവൺമെൻറ് നൽകിയ നഷ്ടപരിഹാര തുകയാണ് 300 രൂപ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ, മലപ്പുറമാണ്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് ഹിച്ച്കോക്കിൻ്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കേരള ഉപ്പ് സത്യാഗ്രഹം 1930. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാക്കളാണ് K. കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന P. കൃഷ്ണപിള്ള, K. കുഞ്ഞമ്പു നമ്പ്യാർ, P. കേശവൻ നമ്പ്യാർ, കുഞ്ഞിരാമൻ അടിയോടി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി, മുയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഒളിയത്ത് കടവ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരാണ്. ഒറിജിനൽ ബർദോളി എവിടെയാണ്? ഗുജറാത്തിലാണ്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവാണ് K. കേളപ്പൻ അഥവാ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. K. കേളപ്പൻ ഉൾപ്പെടെ 33 പേര്. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന K. കേളപ്പൻ്റെ സംഘത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ബേപ്പൂർ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തി K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21 എന്ന് ചില ടെസ്റ്റുകൾ കാണുന്നത്, 23 എന്ന ടെസ്റ്റുകൾ കാണുന്നുണ്ട്, 21 ടെസ്റ്റുകൾ കാണുന്നുണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരി വലിയ സഹന സമരമായി എന്ന ഗാനം. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. K. കേളപ്പൻ അറസ്റ്റ് വഹിച്ചതിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് മുയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12.
കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവാണ്, പയ്യന്നൂർ. ഉപ്പ് നിയമലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത മറ്റ് നേതാക്കളാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, മുയ്യാരത്ത് ശങ്കരൻ, മൊയ്തു മൗലവി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഏത് ജയിലിലെന്ന് വെച്ചാൽ ബെല്ലാരി ജയിലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ വേദിയാണ് കോഴിക്കോട്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ഏകദേശം എത്ര പേരെ ജയിലിലടയ്ക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ 500 പേരാണ്. സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ഉപ്പ് സത്യാഗ്രഹം പ്രക്ഷുബ്ധമായി തുടങ്ങിയത് 1930 മെയ് 5-ന് ഗാന്ധിജി ജയിലിലടയ്ക്കപ്പെട്ടവരാണ്. ഗാന്ധിജി ഗുജറാത്തിലെ ദണ്ഡികടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർന്നാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പ്രക്ഷുബ്ധമാവുന്നത്. വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റുകൾ, ഖാദി പ്രചരണം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടനയാണ് കർഷക സംഘം. കർഷക സംഘം രൂപീകരിച്ച സ്ഥലം കരിവെള്ളൂരാണ്. ഭഗത് സിംഗിൻ്റെ നൗജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്പുവിൻ്റെ ശ്രമഫലമായി 1934 ഏപ്രിൽ 13 രൂപീകരിച്ച സംഘടനയാണ് അഭിനവ ഭാരത യുവക് സംഘം. കരിവെള്ളൂർ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടനയാണ് അഭിനവ് ഭാരത യുവക് സംഘം. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർ ആരൊക്കെയെന്ന് വെച്ചാൽ P. കൃഷ്ണപിള്ള, NP കുരുക്കൽ, പൊന്നറ ശ്രീധരൻ, K. കുമാരൻ. K. കേളപ്പൻ അറസ്റ്റിനായതിനെ തുടർന്ന് സമരവേദി എങ്ങോട്ടേക്ക് മാറ്റി? കോഴിക്കോട്ടേക്ക് മാറ്റി. അടുത്ത് മൊറാഴ സമരം നോക്കാം. 1940 രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മൊറാഴ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറാഴ സമരം. മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ KPCC ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് 1940 സെപ്റ്റംബർ 15-നാണ്. മൊറാഴ സമരം നടന്നത് 1940 കണ്ണൂരാണെന്ന് ഓർത്തു വയ്ക്കാം. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് KM കൃഷ്ണൻകുട്ടി മേനോനും രാമനും. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലൻ. KPR ഗോപാലന് വധശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ കാരണമായ വ്യക്തിയാണ് ഗാന്ധിജി. അടുത്ത കയ്യൂർ സമരമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്ക്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1939 പാറപ്പുറത്താണ്, പിണറായി, കണ്ണൂർ. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തിച്ചാർജ് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബരായർ. കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേർ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മടത്തിലപ്പു, പെട്ടോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചുരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കാനുണ്ടായത്. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29. കയ്യൂർ സമരം നടന്ന നദീതീരമാണ് കരിയങ്കോട് നദി, കാസർഗോഡാണ്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്ന കരിയങ്കോട് നദിയാണ്. തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് വെച്ച് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനെയാണ്. കയ്യൂർ സമരത്തെ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായിരുന്നു EK നയനാർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനെയാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മലബാർ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. കയ്യൂർ സമരചരിത്രം എന്ന രചിച്ചത് VV കുഞ്ഞമ്പുവാണ്. അടുത്ത കീഴരിയൂർ ബോംബ് കേസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. കൊച്ചിയിലും മലബാറിലും കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് 1942 നവംബർ 17. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികളാണ് ഡോക്ടർ KB മേനോനും കുഞ്ഞി രാമ കിടാവും. കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമര അനുകൂലിക രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ കിറ്റ് ഇന്ത്യ സമരമാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികൾ 27 പേരാണ്. കീഴരിയൂർ ബോംബ് കേസിൽ KB മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടങ്കലിലായവർ 13 പേർ. കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രം ഡോക്ടർ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായർ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവാണ് KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ 9. നവംബർ 9 ബോംബ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ നവംബർ 17 ബോംബ് സ്ഫോടനം നടന്നത്.
കീഴൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പുന്നപ്ര വയലാർ സമരം 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമിക്കെതിരെ അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് CP രാമസ്വാമി അയ്യരാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തെ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ. 1000-ലധികം പേർ ഈ സമരത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട്, ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണെന്ന് ഓർത്തു വയ്ക്കാം. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി P കേശവ രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവലാണ് തലയോട്. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് C കേശവനാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്ത ടോപ്പിക്കിൽ വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് കാണാം.